സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ അരികിലെത്തിയിട്ടും സംഘടനാ ഭാരവാഹികളെ പോലും പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോൾ സാമുദായിക സംഘടനകളെ ഉൾപ്പെടെ ചേർത്തു നിർത്തി അമ്പരപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമായി കുതിക്കുകയാണ് ഇടതുപക്ഷം. ഒരിക്കലും കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ലാത്ത NSSനെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കിയ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് മൂന്നാം പിണറായി ഭരണം ലക്ഷ്യമാക്കി ഇടതുപക്ഷം കരുക്കൾ നീക്കുന്നത്. ഭിന്നശേഷ നിയമന വിഷയത്തിൽ സർക്കാരുമായി കൊമ്പുകോർത്ത ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ചങ്ങനാശ്ശേരി അരമനയിലേക്ക് അയച്ച് അനുനയ സന്ദേശം നൽകി കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MPയുടെ മധ്യസ്ഥതയിലായിരുന്നു സഭയുമായി വീണ്ടും സർക്കാർ അനുനയത്തിന് ഒരുങ്ങുന്നത്. മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികളെ ഒന്നടങ്കം ഒപ്പം നിർത്താൻ പര്യാപ്തമായ കിടിലൻ പ്രഖ്യാപനങ്ങളും ക്രൈസ്തവ സമൂഹത്തിനായി ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയും ചെയ്താൽ തുടർഭരണം എന്ന ലക്ഷ്യം അകലെയല്ലെന്ന വിലയിരുത്തലിലാണ് CPM. അത് ലക്ഷ്യം വെച്ചാണ് വിശ്വാസികളുടെ പിന്തുണ ഉറപ്പിക്കും വിധം ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള വമ്പൻ പ്രഖ്യാപനത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നത്. സമീപകാലത്ത് ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളിലും പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടെന്നത് സഭകൾക്കും ആശ്വാസമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ സമൂഹത്തെ ആകർഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ശബരിമലയിലെ സ്വർണമോഷണം അപ്രതീക്ഷിതമായി വന്നുപെട്ടത് ആ നീക്കത്തിന്റെ മാറ്റ് കുറച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് ഇടതുപക്ഷം. അതിനിടയിലാണ് KPCC അധ്യക്ഷനേക്കാൾ തീവ്ര കോൺഗ്രസ് പക്ഷക്കാരനായ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ മലക്കം മറിച്ചിൽ സംസ്ഥാന രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തെ പരസ്യമായി പിന്തുണച്ച സുകുമാരൻ നായരും സർക്കാരിനും സർക്കാരിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും പോലും പിന്തുണ പ്രഖ്യാപിച്ചത് സമീപകാലത്ത് CPM നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു. ഇതിനു പുറമെ ചില മുസ്ലിം വിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും CPM ആരംഭിച്ചു കഴിഞ്ഞു. ആഞ്ഞു പിടിച്ചാൽ മൂന്നാം തുടർഭരണം നേടാമെന്ന പ്രതീക്ഷ ഇത്തരത്തിൽ CPMന് നൽകിയത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. 4 വർഷമായിട്ടും സംഘടനാ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. DCC പ്രസിഡന്റുമാർ നിൽക്കണോ പോകണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. അടുത്തിടെ നേതൃതലത്തിൽ മാത്രം നടത്തിയ പുനഃസംഘടന പോലും വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയായി. യുവനിരയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതോടെ അവർ പാർട്ടിയെ വളർത്താനല്ല സ്വയം വളരാനുള്ള തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ്. പാർട്ടിയിലെ അഴുക്കുചാലുകളെ വിശദീകരിക്കാനുള്ള തീവ്ര ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ചീഞ്ഞുനാറിയ ആരോപണങ്ങളിലൂടെ പുറത്തുവന്നത്. നിലപാടും പ്രാഗൽഭ്യവുമുള്ള നേതാക്കളെ മൂലക്കിരുത്തി ഇത്തരം ചീഞ്ഞുനാറിയ വ്യക്തിത്വങ്ങളെ മഹത്വവൽക്കരിക്കാനുള്ള PR ആഘോഷങ്ങളിലാണ് യുവ നേതാക്കളുടെ ശ്രദ്ധ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാനാവാത്ത സ്വഭാവ വൈകൃതങ്ങളുള്ള ചില യുവ നേതാക്കളെ ഒടുവിൽ ചുമക്കേണ്ടി വരുന്ന ഗതികേടിലാണ് കോൺഗ്രസ്. പാർട്ടിയിലെ ഒരു തലമുറ മുഴുവൻ സംഘടനയിൽ ഒരു പരിഗണനയും കിട്ടാതെ പരിഭവത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ട പുനഃസംഘടന രണ്ടാമത്തെ KPCC പ്രസിഡന്റ് വന്നിട്ടും നടത്താൻ കഴിയുന്നില്ല. പ്രതിപക്ഷ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കേണ്ട സമയത്ത് വേറെ പണിക്ക് പോയ പദവി പോയ പ്രസിഡന്റിന് പകരം പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു വിഭാഗം നേതാക്കൾ ഏറെ ശ്രമകരമായ ദൗത്യമായി പാർട്ടിയിലെ കുപ്പകളെ ഒരുവിധം ഒഴിവാക്കിയപ്പോൾ ഗ്രൂപ്പും മറുഗ്രൂപ്പുമായി ഇന്നലെ കിളുത്ത പുതിയ നേതാക്കൾ വരെ രംഗത്താണ്. രാത്രി വെളുക്കും വരെ സ്ത്രീകളെ ഫോൺ വിളിക്കുന്നുവെന്ന് ആരോപണം നേരിട്ട നേതാവിന് വരെ മുഖ്യമന്ത്രിയെങ്കിലും ആകണമെന്നാണ് ചെറിയ മോഹം. ആകെ മൊത്തത്തിൽ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരാണ് ഇപ്പോൾ കോൺഗ്രസ് നിറയെ. സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ മറവിൽ സ്വയം അങ്ങ് അധികാരത്തിലെത്താമെന്നാണ് ഇവരുടെ സ്വപ്നം. ആ സമയത്ത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനുള്ള തീവ്ര ഒരുക്കത്തിലുമാണ്.